വിശാലമായ എട്ടുകെട്ടിൽ കവളങ്ങാട്ട് മന. കഴിമ്പ്രത്ത് നാട്ടിലെന്നല്ല, കേരളക്കരയാകെ പേരുകേട്ട മന. ആനയും 1000-ലധികം പറന്നെല്ല് പാട്ടവരവും കൃഷിയായുമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ആ മനയിൽ. ആ ഇല്ലത്ത് അവസാനം ഒരു ഉണ്ണി ഉണ്ടായിരുന്നു, കൃഷ്ണനുണ്ണി. അയാളുടെ അച്ഛൻ കേശവൻ നമ്പൂതിരി, വലിയ പണ്ഡിതൻ, ശുദ്ധവും വൃത്തിയും തൊട്ട് തീണ്ടാപ്പാടൊക്കെ നോക്കിയിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ മകൻ ഇതൊന്നും നോക്കിയിരുന്നില്ല. മകൻ കൃഷ്ണൻ നല്ലൊരു ചിത്രകാരൻ. അയാൾ എന്നും പത്തായപ്പുരയിൽ ഒരു ഏകാന്തതയിൽ വരകളുടെ ലോകത്തായിരിക്കും. പൂണൂലിടാതെ ഗായത്രി ജപമില്ലാതെ കഴിഞ്ഞൊരാൾ. കൂട്ടുകാരായി പുലയരും മലയരും പത്തായപ്പുരയിൽ കയറിയിറങ്ങും. അങ്ങനെയിരിക്കെ കൂട്ടുകാരന്റെ പെങ്ങൾ കാളിക്കുട്ടിയുമായി ഉണ്ണി സ്നേഹത്തിലായത് നാട്ടിൽ പാട്ടായി. വലിയ തിരുമേനിക്ക് തല ഉയർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. അവൾ പത്തായപ്പുരയിൽ വരും. അവൻ അവളുടെ ചിത്രം വരയ്ക്കും. ഇത് വലിയ കോലാഹലങ്ങളും ഉണ്ടാക്കി. ബ്രാഹ്മണ സഭ കൂടി. ഉണ്ണിയെ പടിയടച്ച് പിണ്ടം വെച്ച് നാട് കടത്തുക, കാളിക്കുട്ടിയെ വധിക്കുക, എല്ലാവരും പദ്ധതി തയ്യാർ ചെയ്തു. ഇതറിഞ്ഞ അച്ഛൻ തിരുമേനി ഹൃദയം പൊട്ടി മരിച്ചു. മകനെ കൊണ്ട് ഒരുവിധം അച്ഛന്റെ ശേഷക്രിയ ഒക്കെ ചെയ്യിപ്പിച്ചു. എന്തായാലും കാളിക്കുട്ടിയെ കൊല്ലണം ബ്രാഹ്മണ മേധാവികൾ തീരുമാനിച്ചു. ഉണ്ണി അപ്പോഴും തൂലികയെടുത്ത് ചിത്രം വരച്ചുകൊണ്ടേയിരുന്നു. നമ്പൂതിരിമാർ ഒത്തുകൂടി ഒരു പദ്ധതിയിട്ടു. ഉണ്ണിയെ കൊണ്ട് തന്നെ അവളെ കൊല്ലിക്കണം. അതിനൊരു സൂത്രം അവർ കണ്ടെത്തി. എന്നും അവൾ വന്നാൽ ആദ്യം ഉണ്ണി തന്റെ ബ്രഷ് എടുത്ത് അവളുടെ മുഖത്ത് ചിത്രം എഴുതി കൊടുക്കും. പിന്നെ ചില നിറക്കൂട്ടുകൾ ചുണ്ടിലും തേച്ച് സുന്ദരിയാക്കും. എന്നിട്ട് ക്യാൻവാസിൽ അവളെ വരയ്ക്കും. നമ്പൂതിരിമാർ രാത്രി ഉണ്ണി ഉറങ്ങുമ്പോൾ വന്ന് പിറ്റേന്ന് വരയ്ക്കാൻ വെച്ച ചായം, നിറക്കൂട്ടുകൾ ഇതിലെല്ലാം കൊടുംപാമ്പിന്റെ വിഷം ചേർത്തു വെച്ചു. ദേഹത്ത് തട്ടിയാൽ തന്നെ മരിച്ചു പോകുന്ന കൊടും വിഷം. പിറ്റേന്ന് നേരം പുലർന്നു. സുന്ദരിയായി കാളിക്കുട്ടി വന്നു. ഉണ്ണി തന്റെ തൂലിക എടുത്തു. അവളോട് പറഞ്ഞു, പ്രിയേ, പ്രണയിനി, ഇന്ന് ഞാൻ നിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം വരയ്ക്കും. ഇന്നെന്റെ തൂലിക തന്റെ ജീവിതം സാർത്ഥകമാക്കും. ഞാനും എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. ഇത് വരച്ചു കഴിയുന്നതോടെ നമ്മൾ ഒന്നാവും. പിന്നെ നമ്മുടെ ജീവിതയാത്ര ഒന്നിച്ചായിരിക്കും പ്രിയേ. ആ മുഖം എന്റെ ഈ കൈകളോട് ചേർത്തു വെക്കൂ. ഈ നിറക്കൂട്ടാൽ നിന്റെ മുഖം ഞാൻ മനോഹരമാക്കട്ടെ. അടുത്തു വരൂ. അവൻ തന്റെ ബ്രഷ് എടുത്തു. അതാ കുറിക്കൂട്ടിൽ മുക്കി അവളുടെ ചുണ്ടിലും മുഖത്തും ശരീരത്തിലൊക്കെ തേച്ച് സുന്ദരിയാക്കാൻ തുടങ്ങിയതും അവൾ കുഴഞ്ഞു വീണ് മരിച്ചു. അവൾ അവന്റെ കയ്യിൽ കിടന്ന് പിടങ്ങി പിടങ്ങാണ് മരിച്ചത്. അവൻ ആ തൂലികയെടുത്ത് അവനും ആ നിറക്കൂട്ട് തേച്ച് അവിടെ കെട്ടിപ്പിടിച്ചു വീണു. പരലോകം പൂകി. അവന്റെ അന്ത്യകർമ്മങ്ങൾ ബ്രാഹ്മണ സമൂഹം വിധിയാമണ്ണം ചെയ്തു. അവൾ അവിടെ യക്ഷിയായി അലഞ്ഞു തിരിഞ്ഞു. സ്നേഹപ്രതീകമായിരുന്ന അവൾ പ്രതികാരദാഹിയായി ആ മനയിൽ അലഞ്ഞു തിരിഞ്ഞു. കുറെ പേർ അവളുടെ രക്തദാഹത്തിന് ഇരയായി. അവരുടെ മരണകാരണമായ പലരും അപമൃത്യു അടഞ്ഞു. നാഥനില്ലാതെ ആ മന സർക്കാർ കണ്ടുകെട്ടി. പ്രേതശല്യം കാരണം സർക്കാർ ലേലമൊന്നും നടന്നില്ല. പകരം സർക്കാർ പുരാവസ്തു വകുപ്പിന് കൈമാറി. അവരത് സംരക്ഷിച്ചു പോരുന്നു. മഹാമാന്ത്രികർ നോക്കിയിട്ടും കാളിക്കുട്ടിയെ ആവാഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇന്നും രക്തദാഹിയായി കവളങ്ങാട്ട് മനയിൽ അലഞ്ഞു തിരിയുന്നു. ആ പൂർത്തിയാക്കാത്ത ചിത്രം പലരും നോക്കി പൂർത്തിയാക്കാൻ. ഇന്നും ആ ചിത്രം പൂർത്തിയാക്കാൻ കഴിയാതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.